ഹലോ, അപ്പോൾ എല്ലാ 8ാം ക്ലാസ് കൂട്ടുകാർക്കും കെമിസ്ട്രിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പദാർത്ഥം തന്നാൽ അവയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പട്ടികയാണ്. ശ്രദ്ധിക്കുക. ആദ്യത്തെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ O2 ആണ്. ഈ O2 എന്ന് പറയുന്നത് ഒരൊറ്റ തന്മാത്രയാണ് അല്ലേ. അതിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ തന്മാത്രയാണ് O2. അപ്പോൾ നമ്പർ ഓഫ് തന്മാത്രകൾ, അതായത് അവിടെ എത്ര മോളിക്യൂള് അഥവാ തന്മാത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ തന്മാത്രയാണ്. അവിടെ 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആ ഒരൊറ്റ തന്മാത്ര ഉണ്ടായത്. തന്മാത്രയുടെ ഇംഗ്ലീഷാണ് മോളിക്യൂള് കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിരിക്കണം. ഇത് നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് 2N2 ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. 2N2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്ത് 2 എന്ന് വന്നു. ഇടതുഭാഗത്ത് 2 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ 2 തന്മാത്രയുണ്ട് എന്നാണ്. ഇടതുഭാഗത്ത് നമ്പർ എന്താണോ അത് തന്മാത്രകളുടെ എണ്ണമാണ്. അങ്ങനെ 2 എന്ന് നമുക്ക് തന്മാത്രയുടെ എണ്ണം കിട്ടി. അപ്പോൾ ആറ്റംസ് എത്ര ഉണ്ടാവും? N2 എന്ന് പറയുന്ന 2 സാധനമാണ്. ടീച്ചർ N2ന് ആദ്യത്തെ N2നെ നോക്കി 2 വട്ടാക്കി എഴുതിയപ്പോൾ അത് N2 ആയി. അങ്ങനെ 2 എണ്ണം ഉണ്ട് അല്ലേ. 2 N2കളുണ്ട്. അപ്പുറത്ത് 2 വട്ടാക്കിയിട്ട് ഒരു N2നെയും കൂടി എഴുതി വെച്ചു. ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര N ആയി? എത്ര N പറഞ്ഞാൽ നൈട്രജൻ എത്രയായി? ആ വട്ടങ്ങളൊന്ന് എണ്ണി നോക്കിയേ. 1 2 അപ്പുറത്തുള്ള 3 4 4 ആറ്റങ്ങൾ, 4 നൈട്രജൻ ആറ്റം, 4 Nകൾ കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന 2 തന്മാത്രയാണ് 2N2 എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുണ്ടല്ലോ. വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക, അപ്പോൾ കൂടുതലായിട്ടും മനസ്സിലാവും. ഇടത് ഭാഗത്ത് എഴുതിയ നമ്പർ ഏതാണോ അതായിരിക്കും തന്മാത്രയുടെ എണ്ണം. ഇവിടെ 2 ആണ് ഇടതു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്ന നമ്പറിനെ അടിഭാഗത്ത് എഴുതിയ 2 കൊണ്ട് ഗുണിച്ച സമയത്ത് നമുക്ക് 4 കിട്ടി. അതായിരിക്കും ആറ്റത്തിൻ്റെ എണ്ണം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോ. ഇടതു ഭാഗത്ത് എത്രയാ? 6 ആണ്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂളിൻ്റെ എണ്ണം 6 ആണ്. എത്ര ആറ്റം ഉണ്ടായിരിക്കും? ഇടതു ഭാഗം എഴുതിയ 6നെ താഴെ ഭാഗത്ത് എഴുതിയ 2 കൊണ്ട് ഗുണിച്ചാൽ 12 ആറ്റം എന്നും കിട്ടും. അപ്പോൾ ക്ലോറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ 6 തന്മാത്രകളും ഉണ്ട്, അതുപോലെ തന്നെ 12 ആറ്റവും ഉണ്ട്. ടീച്ചർ വീണ്ടും പറയാണ്, വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കേൾക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ടിലേക്ക് എഴുതണം. ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി നോക്കിയേ. 2He ഇടത് ഭാഗത്തെ നമ്പർ 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തന്മാത്രയുടെ എണ്ണം 2 ആണ്. താഴെ ഭാഗത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ 1 ഉണ്ട് എന്നങ്ങ് വിചാരിക്കാം അല്ലേ. അപ്പോൾ 2 × 1, 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ 2 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം 2 തന്നെയാണ്. 5Na 5 സോഡിയം. അപ്പോൾ ഇടത് ഭാഗത്ത് 5 ആയതുകൊണ്ട് തന്മാത്രയുടെ എണ്ണം 5. അടിയിൽ ഒരു നമ്പറും ഇല്ല. അപ്പോൾ 1 നമ്മൾ വിചാരിച്ചിട്ട് 5 × 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 5 തന്നെ ആൻസർ കിട്ടി. 5 ആറ്റങ്ങളുമാണ്. O3യുടെ കേസിലാണെങ്കിലോ ഇടത് ഭാഗത്ത് എന്തെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ 1 എന്ന് വിചാരിക്കണം അല്ലേ. ഒരു O3 ആണെന്നല്ലേ. അതിൽ 3 ഓക്സിജനും ഉണ്ട്. അതുപോലെ P4നെ കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ P4ൻ്റെ മനസ്സിലായി. 4 ആറ്റങ്ങളും ഒരു തന്മാത്രയായിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണത് എന്താണ് സംയുക്തങ്ങൾ എന്നാണ്. എന്താ സംയുക്തങ്ങൾ? രാസപ്രവർത്തനങ്ങളിലൂടെ 2ഓ അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥമാണ് സംയുക്തം. ഒന്നുമില്ല, കുറച്ച് മൂലകങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടാവും? സംയുക്തമായിട്ടുണ്ടാവും. എപ്പോൾ? രാസപ്രവർത്തനം നടക്കുമ്പോൾ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ടെക്സ്റ്റ് ബുക്കിലുള്ള. എന്തൊക്കെയാണ് സംയുക്ത തന്മാത്രകൾ നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ജലം, പഞ്ചസാര, മെർക്കുറിക് ഓക്സൈഡ് ഒക്കെ എന്തിനു ഉദാഹരണമാണ്? സംയുക്ത തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളൊന്ന് നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും. കുളത്തിലേക്ക് നോക്കുക കേട്ടോ. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ക്ലോറിൻ. ജലത്തിൽ എന്തൊക്കെയായിരിക്കും? ഹൈഡ്രജനും ഓക്സിജനും. പഞ്ചസാരയിൽ ശ്രദ്ധിക്കുക, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവ 3 പഞ്ചസാരയിലുള്ളത്. അവിടെ എഴുതി വെക്കണം നിങ്ങൾ കേട്ടല്ലോ. നോട്ട് എഴുതുന്ന സമയത്ത് എഴുതി വെക്കണം. മെർക്കുറിക് ഓക്സൈഡിൽ അതിൽ കൊടുത്തിട്ടുണ്ട് മെർക്കുറിയും ഓക്സിജനുമാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു വട്ടം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റങ്ങൾ നോക്കാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്നല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ അതിലൊരു കാർബൺ ആറ്റവും ഉണ്ടായിരിക്കും, 2 ഓക്സിജൻ ആറ്റവും ഉണ്ടായിരിക്കും. അപ്പോൾ ജലത്തിലാണെങ്കിലോ H2O എന്നല്ല എഴുതുക. 2 ഹൈഡ്രജൻ ആറ്റവും ഉണ്ടാവും, 1 ഓക്സിജൻ ആറ്റവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനുപാതം എഴുതി നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ ആറ്റും 2 ഓക്സിജൻ ആറ്റോ. അപ്പോൾ നമുക്ക് 1 അനുപാതം 2 എന്ന് എഴുതാം അല്ലേ. 1:2 എന്ന് എഴുതാം. അതുപോലെ തന്നെ
ഹൈഡ്രജനും ഓക്സിജനും രണ്ടും ഒന്നും ആയതുകൊണ്ട് 2:1 എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതിയിട്ട് എന്ത് കാണാം, അനുപാതം കാണാം. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ CO2 നമുക്ക് എഴുതാൻ അറിയാലോ, അതാണ് അതിൻ്റെ രാസസൂത്രം. വാട്ടറിന് H2O നമ്മൾ എഴുതില്ലേ, H2O എഴുതുന്നതാണ് വാട്ടറിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത്, ജലത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4 ആണല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഈ H2SO4ൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര സൾഫർ ആറ്റം ഉണ്ട്, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ എത്രയുണ്ട് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്